എൻ്റെ പേര് ആദിത്യ നാരായൺ. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 357ാമത്തെ റാങ്ക് കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ കൊല്ലം ആശ്രാമം സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് എൻ ഹരികൃഷ്ണൻ, അമ്മയുടെ പേര് സജിത. ഇരുവരും ബിസിനസ് നടത്തി വരികയാണ്. ഇതെൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് 357ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഞാൻ കൂടുതലും സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. കൂടാതെ ഐലേൺ, ഫോർച്യൂൺ IAS എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടെസ്റ്റ് സീരീസ് എടുക്കുകയും ചെയ്തിരുന്നു. ഞാൻ എൻ്റെ +2 ഞാൻ ചെയ്തത് SN പബ്ലിക് സ്കൂളിൽ നിന്നാണ്, കൊല്ലം. അതിനുശേഷം ഞാൻ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി 2019 പാസ് ഔട്ട് ആവുകയായിരുന്നു. അതിനുശേഷം ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് കുറച്ച് മാസങ്ങൾ വർക്ക് ചെയ്തെങ്കിലും അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് സിവിൽ സർവീസ് മേഖലയിലേക്ക് വരികയായിരുന്നു. സിവിൽ സർവീസ് എനിക്ക് കോളേജ് സമയം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇതിലൂടെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി എന്തെങ്കിലും എന്നാലാകുന്ന എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടെ ഒരു വലിയ ലെവലിൽ സാധിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് സിവിൽ സർവീസിലേക്ക് വരാൻ സാധിച്ചത്. ഇത് തന്നെയാണ് എൻ്റെ അംബിഷൻ. തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ IAS തന്നെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കിട്ടിയ റാങ്ക് അത് മതിയാവും തോന്നുന്നില്ല. സോ ഇനിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതായിരിക്കും. പ്രതീക്ഷ റാങ്ക് തീർച്ചയായും കുറച്ചുകൂടെ ഉയർന്നതായിരുന്നു. പക്ഷെ എന്നാൽ കിട്ടിയ റാങ്കിൽ തീർച്ചയായും സംതൃപ്തനാണ്. ഇത് നേടാൻ സാധിച്ചതിന് ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ഞാൻ എടുത്ത ടെസ്റ്റ് സീരീസുകൾ തന്നെയാണ്. ഐലേണിലും ഫോർച്യൂണിലും അവിടുത്തെ നല്ല മെന്റേഴ്സിന്റെ സഹായത്തോടെയാണ് എൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റുകളിലെ കുറവുകൾ നികത്താനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള അവരുടെ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. കുടുംബം, അച്ഛൻ, അമ്മ, അനിയത്തി വളരെ അധികം പിന്തുണ നൽകിയിരുന്നു എല്ലാ തരത്തിലും. അനിയത്തിയുടെ പേര് പാർവതി നാരായൺ എന്നാണ്. അനിയത്തി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥി.